ഹലോ ഡിയേഴ്സ്, എൻ്റെ പേര് സ്വാതി. നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസിലുള്ള സുസ്ഥിര വികസനം എന്നുള്ളൊരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പം എല്ലാവരും കൊറോണയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സുരക്ഷിതമായിട്ട് ഇരിക്കുക. ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യുക, സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വയം സുരക്ഷിതരാവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊറോണയൊക്കെ മാറിയിട്ട് നമുക്ക് സ്കൂളുകളൊക്കെ തുറന്നിട്ട് കൂട്ടുകാരെ കാണാനും കളിക്കാനും അതുപോലെ പഠിക്കാനൊക്കെ എത്രയും പെട്ടെന്ന് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അതിലേക്ക് വരാം. അപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് 6ാം ക്ലാസ്സിലുള്ള പ്രകൃതിയുടെ വരദാനം എന്നുള്ള പാഠഭാഗത്തിലും അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലുള്ള സാമ്പത്തിക വളർച്ചയും വികസനം എന്നുള്ള പാഠഭാഗത്തിലും കാണാനായിട്ട് സാധിക്കും. കാരണം എന്തിനാണ് നമ്മളിതിങ്ങനെ തുടരെ ഈ സുസ്ഥിര വികസനം എന്നുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഈ വീഡിയോ പൂർണ്ണമായി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സുസ്ഥിര വികസനം എന്നും എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നും എന്തിനാണ് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നത് എന്നുള്ളതും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സുസ്ഥിര വികസനം എന്നുള്ളതിന് ഇംഗ്ലീഷിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ എങ്ങനെയെല്ലാമാണ് നമ്മൾ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നത് അല്ലേ? നമ്മൾ പ്രകൃതി വിഭവങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, വേണമെന്ന് വെച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ അറിയാതെയും ഒക്കെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങളിതിലിപ്പോൾ വലിയൊരു വീട് കാണുന്നുണ്ടാവും അല്ലേ? ഇതേപോലെയുള്ള വീട് നിങ്ങളുടെ നാട്ടിലുണ്ടാവില്ലേ? അപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയും ചിലപ്പോൾ അങ്ങനത്തെ വീട്ടിൽ. ഇതിൻ്റെ ഉടമകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വിദേശത്തായിരിക്കും. അപ്പോൾ അവർക്ക് ലീവിനൊക്കെ വരുമ്പോൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വലിയ വീടുകളൊക്കെ ഏറ്റിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇതിൽ ചിലപ്പോൾ താമസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കുറച്ച് പേരായിരിക്കും, 4 or 5 പേർക്കൊക്കെ താമസിക്കാനായിരിക്കും നമ്മൾ ഇത്രയും വലിയൊരു വീട് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പണമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുക? അപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അല്ലേ? നമ്മൾ ഈ പെട്ടെന്നുണ്ടാകുന്ന പ്രളയങ്ങൾ അല്ലേ, മഹാപ്രളയങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, കൊടും വേനൽ, കൊടും തണുപ്പ്, ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെ മാറി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീട് നിർമ്മിക്കുന്നത് നോക്കി നോക്കൂ, എത്രത്തോളം മണൽ ആവശ്യം വന്നിട്ടുണ്ടാവും, കല്ലുകൾ ആവശ്യം വന്നിട്ടുണ്ടാവും, മരം ആവശ്യം വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ നദിയിൽ നിന്നൊക്കെ മണലുകൾ എടുത്ത് നദികളൊക്കെ എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? ഒരു ചളിത്തോടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വനങ്ങളിൽ നിന്ന് മരങ്ങളൊക്കെ മുറിച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള വാതിലും കാര്യങ്ങളൊക്കെ നമ്മൾ പണിയുന്നത്. അതുപോലെ തന്നെ കല്ലുകളൊക്കെ ഇടിച്ചിടിച്ച് കുന്നുകളൊക്കെ ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതുകൂടാതെ ഇതിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ബൾബുകൾ കണ്ടോ നിങ്ങൾ? എത്രത്തോളം വൈദ്യുത ബൾബുകളാണ് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കുറച്ച് പേർക്ക് താമസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്നതിന് വേണ്ടി പ്രകൃതി എത്രത്തോളം നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ എത്രത്തോളം പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് നോക്കിയൊക്കെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു അല്ലേ? ഇത് എന്തിനു വേണ്ടിയായിരിക്കും? ചിലപ്പോൾ ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുള്ള ഈ ഭാഗത്ത് വേണം അപ്പോൾ നേരത്തെ കണ്ടുപോലുള്ള വീടുകളൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മരങ്ങളെ മുറിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മരങ്ങൾ മുറിക്കുക മാത്രമല്ല അതിൽ ചെയ്യുന്നത് കണ്ടോ, കത്തിച്ച് കളയുന്നത് കണ്ടോ? ഈ നമ്മുടെ വീട്ടിലൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ? കുറച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ അതിൻ്റെ ഇലകൾ വരും അല്ലേ? തന്നെ അതിന് തളിരുകളിടും. പക്ഷേ അങ്ങനെ വേരോടെ അതിനെ കത്തിച്ച് കളഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് പിന്നെ ഒരിക്കലും വളരാത്ത രീതിയിൽ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് ഈ മരങ്ങൾ ഇങ്ങനെ കത്തിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്നത്. അടുത്തതാണ് പ്ലാസ്റ്റിക് അല്ലേ? നമ്മുടെ ഭൂമി എന്ന് പറയുന്നൊരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. കാരണം ധാരാളം ജനങ്ങളാണ് വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ആധുനികവൽക്കരണവും നമ്മൾ ധാരാളം വസ്തുക്കളാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വലിച്ചെറിയും. അപ്പോൾ അതെങ്ങോട്ട് വലിച്ചെറിയും? മണ്ണിലേക്ക് വലിച്ചെറിയും. ചിലപ്പോൾ അത് എവിടേക്കായിരിക്കും? പുഴയിലേക്കായിരിക്കും വലിച്ചെറിയുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിലൊക്കെയുള്ള രാസവസ്തുക്കളൊക്കെ ജലത്തെയും മണ്ണിനെയും ഒക്കെ നാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാശാക്കി കഴിഞ്ഞാൽ അത് നമ്മളേനി നാശാക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. അടുത്തതാണ് കണ്ടോ വാഹനങ്ങളല്ലേ? ധാരാളം വാഹനങ്ങളുണ്ട്. ചിലപ്പോൾ ഈ ഒരു കാറിലൊക്കെ ഒരാൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ വാഹനങ്ങൾ ഉപയോഗിച്ച് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
എന്തൊക്കെ നമ്മൾ കണ്ടു? ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു വലിയ മണിമാളികൾ ഉണ്ടാക്കാൻ മണലും കല്ലുകളും അമിതമായി ചൂഷണം ചെയ്യുന്നു. അതിൽ തന്നെ നമ്മൾ കണ്ടു വൈദ്യുത ഉപകരണങ്ങളും ലൈറ്റുകളും അനാവശ്യമായി ഉപയോഗിക്കുന്നു, വനങ്ങളെ അമിതമായി വെട്ടിനശിപ്പിക്കുന്നു, ജലാശയങ്ങളെ മലിനമാക്കുന്നു, ധാരാളം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു. അപ്പോൾ കുറച്ചൊക്കെയാണ് ഇതിലുള്ളൂ. ഇനിയുണ്ട് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്താണ് ഈ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ നമുക്ക് വികസിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഇതൊരു നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലം മുതലേ വികസിച്ചു, അല്ലെങ്കിൽ കൃഷി ആരംഭിച്ച കാലം മുതൽ തന്നെ നമ്മൾ കാടുകളെയൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ കെട്ടിയിട്ടാണ് അവിടെയാണ് കൃഷി ആരംഭിച്ചത്. അപ്പോൾ എന്ന് വികസിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയോ അന്ന് മുതലേ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചൂഷണം ചെയ്യാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? വികസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെ അമിതമായിട്ട് ചൂഷണം ചെയ്യാതെ വികസിക്കാൻ സാധിക്കുമോ നമുക്ക് നോക്കാം. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? സാധിക്കുന്നതാണോ സാധിക്കില്ല എന്നാണോ? സാധിക്കും. അതിനുള്ള ഉത്തരമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഈ സുസ്ഥിര വികസനത്തിലൂടെ നമുക്കൊരു വികസനം സാധ്യമാവും, അതുപോലെ പ്രകൃതി സൗഹാർദ്ദമായിട്ടൊരു വികസനം സാധ്യമാവും. അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം എന്നുള്ളത് നമുക്ക് നോക്കാം. വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിച്ചും പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറച്ചും കൈവരിക്കുന്ന വികസനത്തെയാണ് എന്ത് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ചിത്രങ്ങളിലൊക്കെ കണ്ടു അല്ലേ, ധാരാളം അമിതമായിട്ട് നമ്മൾ വിഭവങ്ങളൊക്കെ ചൂഷണം ചെയ്യുകയാണ്, അതുപോലെ പരിസ്ഥിതിനെ എന്താ ചെയ്യുകയാണ്? ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൊണ്ടിരുന്നാൽ ആഘാതങ്ങളൊക്കെ അല്ലെങ്കിൽ അമിത ചൂഷണം ചെയ്യുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സുസ്ഥിര വികസനം സാധ്യമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിലൂടെ അത് നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇപ്പോൾ നമ്മുടെ പണ്ടുള്ള തലമുറയിലുള്ള ആൾക്കാരൊക്കെ ഈ ജലവും അതുപോലെ തന്നെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ആ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച് തീർക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുണ്ടാവോ? ഇല്ല. അപ്പോൾ അവർ നമുക്ക് കൂടി നാളേക്ക് കരുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൂടി ഇന്നത്തെ കാലത്ത് ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിനെ എന്ത് ചെയ്യുക? നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് കൂടി, വരും തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. ഇതിനെ സുസ്ഥിര വികസനത്തിന് ബ്രിട്ട്ലൻ കമ്മീഷൻ ഒരു നിർവചനം നൽകിയിട്ടുണ്ട്, ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വരും തലമുറയ്ക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷി നമ്മൾ കുറവ് വരുത്തരുത്. അത് നമ്മൾ എന്ത് ചെയ്യണം? പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട് കുറേ നമ്മൾ മാമ്പഴം നമ്മൾ കഴിക്കുന്നുണ്ട്, കുറേ ഫലങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ ഫലങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് എന്താണ്? നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള മരങ്ങളിൽ നിന്നാണോ? അല്ല, നമ്മുടെ പൂർവികർ മരങ്ങൾ നട്ടുപിടിച്ചാൽ അതിനുള്ള ഫലങ്ങളാണ് നമ്മൾ കഴിച്ച് ആസ്വദിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഉള്ള മനുഷ്യർ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ വിചാരിക്കുകയാണ്, എന്തിനാണ് ഞാനിപ്പോൾ മരം നടുന്നത്, ഇത് നട്ടിട്ട് എനിക്കൊന്നും കഴിക്കാനൊന്നും ഇതുകൊണ്ട് പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ വിഭവങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കുള്ള വിഭവങ്ങൾ ലഭ്യമാകുന്നത് പോലെ നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി ആ വിഭവങ്ങളൊക്കെ ലഭ്യമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അനാവശ്യമായിട്ട് നമ്മളൊരു കാര്യം എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മളൊന്നും ഉൽപ്പാദിച്ച സാധനങ്ങളല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ആഴ്ച മതി. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് സുസ്ഥിര വികസനം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായി സുസ്ഥിര വികസനത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. അപ്പോൾ സുസ്ഥിര വികസനം എന്താണെന്ന് കണ്ടു, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ സുസ്ഥിര വികസനം നിങ്ങൾക്ക് തന്നെ മനസ്സിലിപ്പോൾ തോന്നിയിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നാമത്തേതാണിത് അല്ലേ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെ നോക്കാം. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നു, വരും തലമുറയ്ക്ക് വിഭവങ്ങൾ ലഭ്യമാകുന്നു അല്ലേ. നമ്മൾ നേരത്തെ കണ്ടു, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാലാണ് അത് വരും തലമുറയ്ക്കുള്ള വിഭവങ്ങൾ ലഭ്യമാക്കും. അതുപോലെ തന്നെ ഈ മഴ പെയ്യുമ്പോൾ ആ മണ്ണൊക്കെ ഈ വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മഴവെള്ളമൊക്കെ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിക്കടിയിലേക്ക് ഇറക്കാൻ മരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുപോലെ അന്തരീക്ഷ താപനില ക്രമീകരിക്കുന്നുണ്ട്. വിഷവായുവിനെയൊക്കെ ഭക്ഷിച്ച് പ്രാണവായു നമുക്ക് നൽകുന്നത് ആരാണ്? ഈ മരങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് വെട്ടേണ്ട ഒരു ആവശ്യകത വരും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം, അല്ലെങ്കിൽ നമുക്കൊരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു മരം വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് ഒരു 10 മരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക.
അടുത്താണ് കാറ്റാടി യന്ത്രം. എന്താണ് കാറ്റാടി യന്ത്രം കൊണ്ടുള്ള ഉപകാരം? പുനഃസ്ഥാപന ശേഷിയുള്ള ഒരു വിഭവമാണ് കാറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ഊർജ്ജ സംരക്ഷണം സാധ്യമാക്കും. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നു? കാറ്റെന്ന് പറയുന്നത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുള്ള വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ജലവൈദ്യുതി പദ്ധതികളിലുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. പക്ഷേ ആഗോളതാപനം മൂലമൊക്കെ എന്താണ് ഈ ജലമൊക്കെ ക്ഷാമം നേരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് ഈ കാലഘട്ടത്തിൽ ജലത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. അപ്പോൾ കാറ്റാടി യന്ത്രങ്ങളിലൂടെ നമുക്ക് പുനഃസ്ഥാപന ശേഷിയുള്ള ഒരു വിഭാഗമാണല്ലോ കാറ്റ്. അപ്പോൾ കാറ്റ് അതിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊർജ്ജ സംരക്ഷണം സാധ്യമാക്കും. അതുപോലെ തന്നെ നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള വേറൊരു കാര്യമാണ് സോളർ പാനലുകൾ എന്ന് പറയുന്നത്, സൗരോർജ്ജ പാനലുകൾ. ഇത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സൂര്യപ്രകാശം, വേനൽ ചൂട് കാലത്തൊക്കെ നല്ല ചൂടാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ കുറച്ച് ചൂഷണം ചെയ്യുന്ന ചൂടിനെ കുറച്ച് നമുക്കൊരു ബെനിഫിറ്റായിട്ട് അല്ലെങ്കിൽ നല്ലൊരു നേട്ടത്തിനായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പ്രകൃതിയെ ഒരു പരിധി വരെ നമുക്ക് ചൂഷണം ചെയ്യാതെ പുനരുപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ കൊണ്ട് ഇങ്ങനെ ഊർജ്ജ സംരക്ഷണമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി ഒരു വിധത്തിൽ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്താണ് പേപ്പർ ബാഗുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു പ്ലാസ്റ്റിക്കുകളൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വലിച്ചെറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പേപ്പർ ബാഗുകളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? പ്രകൃതിക്ക് ദോഷകരമായ പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗമാണ് ഇവിടെ തടഞ്ഞിട്ട് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നത് അല്ലേ. ഈ പേപ്പർ ബാഗുകളൊക്കെ എപ്പോഴും മണ്ണിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേരും. അപ്പം പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള വസ്തുക്കളാണ് ഈ പേപ്പർ ബാഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിക്ക് ദോഷകരമായ പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം തടഞ്ഞ് പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് ഈ പേപ്പർ ബാഗുകളെ കൊണ്ട് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സുസ്ഥിര വികസനം അല്ലേ. എന്താണ് പ്രകൃതി വിഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നത് കണ്ടു, എന്താണ് സുസ്ഥിര വികസനം എന്ന് കണ്ടു, എങ്ങനെയൊക്കെയാണ് നമുക്ക് സുസ്ഥിര വികസനം അല്ലെങ്കിൽ നല്ലൊരു നാളേക്ക് വേണ്ടി പ്രകൃതി എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് എന്താണ് സുസ്ഥിര വികസനം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാപ്റ്റേഴ്സുകളിലൊക്കെ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത്. ഇപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഭൂലോകത്ത് മനുഷ്യ ജീവനെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.